മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും മാസ്റ്റർ കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് നിങ്ങളിപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിലൂടെ വളരെയധികം സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടും ആ സാഹചര്യത്തിലോട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും എന്തോ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് നേടിയെടുക്കാനാണോ ഇത്രയധികം പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾക്കതൊരു അനുഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസ് വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണോ എടുക്കാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു പാത്തിൽ വലിയൊരു തടസ്സം വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ഒരു ഡയറക്ഷൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് തരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ മറ്റ് ചില ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജോബ് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നൊരു ജോബായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക. നിങ്ങൾക്ക് മറ്റൊരു പാത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട്. ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്താനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ അത് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഗ്രാജ്വലി നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ മുറിവുകളും ഉണങ്ങുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ്. അതായത് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്, മാനസികമായിട്ട് തന്നെ ഒരുപാട് തകർന്നിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് തന്നെ അതിനൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് തരുന്ന സമയമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഹീൽ ചെയ്യപ്പെടും എന്നുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അത് റെസനേറ്റ് ആവും തീർച്ചയായിട്ടും. ആൻഡ് യെസ്, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ തുടരെ സംഭവിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് പിന്നെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഇംബാലൻസ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത്, ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് ഉള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, വിദേശത്ത് യാത്ര പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്തുള്ള ജോലിയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മനസ്സ് തുറന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഒരു സക്സസ് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് വ്രതം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള നേർച്ചകൾ പലതും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരു ഫലം കിട്ടുന്നൊരവസരമാണിത്. നമ്പർ 5, നമ്പർ 8, നമ്പർ 4, നമ്പർ 2 ആൻഡ് നമ്പർ 1, നമ്പർ 22 എന്നീ നമ്പേഴ്സ് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ്
യെസ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ മനസ്സിനെ ഒന്ന് കാമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ആയാൽ മാത്രമേ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, യെസ്. എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും എന്നുള്ളതും കാണുന്നുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. ആ വ്യക്തിയിൽ നിന്നുള്ള തന്നെ മെസ്സേജ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അവർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടുന്നത്. അതൊരു ബ്ലെസ്സിങ് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം. നെക്സ്റ്റ് ഇനി എന്താണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫോർ ദിസ് ഫ്രണ്ട്. ഈ ഒരു സമയത്തുള്ള ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്നാലും നിങ്ങളുടെ ലൈഫിലായിരുന്നാലും ഒരു സഡൻ ആയിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്പർ 17 ആൻഡ് നമ്പർ 4, അതിന് രണ്ട് നമ്പേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയും നാളും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാതെ ഒരു സ്റ്റിൽനെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയ വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കുക. യെസ്, മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നോക്കൂ, ഇത് തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്നൊരു കാർഡ് തന്നെയാണ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു അവസരമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ 10 മടങ്ങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അനുഗ്രഹങ്ങളായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ സ്നേഹബന്ധത്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ അതിനെ അനുഗ്രഹിച്ചു കൊണ്ടുള്ള ഏഞ്ചൽസാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിൽ ആ ഒരു ബ്ലെസ്സിങ് ആ ഒരു ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ സ്നേഹബന്ധത്തിൻ്റെ കാര്യത്തിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് നമുക്കിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിട്ടുള്ള മെസ്സേജായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.